This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ SC വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന SC/SP പദ്ധതിയിലൂടെയുള്ള ഉൽപാദന ഉപാധികളുടെ വിതരണ ഉദ്ഘാടനവും കൂൺ കൃഷി പരിശീലനവും സംഘടിപ്പിച്ചു. ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ സ്വാഗതം ആശംസിച്ചു. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സഞ്ജു ബാലൻ കൂൺ കൃഷി പരിശീലന ക്ലാസ് എടുത്തു. വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വിവിധ ഇനം കുരുമുളക് തൈകളും അനുബന്ധ രോഗ കീട നിയന്ത്രണ ഉപാധികളും നൽകിയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ഗ്രോ ബാഗ് പച്ചക്കറികളും കൂൺ ബെഡുകളുമാണ് വിതരണം ചെയ്തത്. ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. അതായത് കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറായ സഞ്ജു മാഡം കൃഷിഭവനുമായി ആലോചിച്ച് നമ്മുടെ ഇവിടെയുള്ള SC വിഭാഗങ്ങൾക്ക് ഒരു സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്ന കാര്യം ആദ്യം ചർച്ച ചെയ്യുകയും അത് ഫലപ്രദമായി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി വന്നത്. അപ്പോൾ ഈ പദ്ധതി ഘട്ടം ഘട്ടമായാണ് നടപ്പിലാക്കുന്നത്. ഈ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും സുസ്ഥിരമായ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വികസന ഉദ്ദേശത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി നമ്മൾ ആദ്യഘട്ടത്തിൽ കുരുമുളക് തൈകളാണ് വിതരണം ചെയ്തത്. കുരുമുളക് തൈകൾ എന്ന് മാത്രമല്ല, അത് ഗുണകരമായ രീതിയിൽ നടുന്നതിനും പരിപാലിക്കുന്നതിനും വേണ്ടിയുള്ള ഉൽപാദന ഉപാധികൾ, അതിൻ്റെ സൂക്ഷ്മ വളക്കൂട്ടുകളും മറ്റും അതിൻ്റെ ഭാഗമായി വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പദ്ധതി ഓരോ ഘട്ടത്തിലും നമ്മൾ നടപ്പിലാക്കുന്ന സമയത്തും പദ്ധതി എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ട്, അത് എത്രമാത്രം നിങ്ങൾ ആ പദ്ധതിയുടെ ഗുണം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള മോണിറ്ററിങ് പരിശോധന, ഫീൽഡ് തല പരിശോധനകൾ നടത്തും എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഓരോ ഘട്ടത്തിൽ നൽകുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള അടിയിൽ വസ്തുക്കളുടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതിനോടുള്ള താല്പര്യം നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിലുള്ള നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ നടപ്പിലാക്കിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിതരണം ചെയ്ത കുരുമുളക് തൈകൾ നല്ല തൈകളായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് എങ്ങനെ പരിപാലിച്ചു കൊണ്ടുവരാം എന്നുള്ള ക്ലാസ്സുകൾ തന്നിരുന്നു. അതുപോലെ തന്നെ അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഉൽപാദന ഉപാധികൾ നിങ്ങൾക്ക് തന്നിരുന്നു. എനിക്ക് പേരിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബാക്കി എല്ലാ വീടും ഞാൻ കയറി ഇറങ്ങിയിരുന്നു. മലമുകളിൽ വരെ പോയി തന്നെയാണ് പരിശോധിച്ചത്. അതിൽ നന്നായിട്ട് ചെയ്തവരെ ഞാനൊന്നും പറയില്ല. പക്ഷെ ചിലവരാണെങ്കിൽ കാല് പോലും, നല്ലോണം കൃഷി ചെയ്യുന്ന ആൾ പോലും കുരുമുളകിനൊരു കാല് വെക്കാനുള്ള, മഴക്കാലത്താണ് കാല് വെക്കുക, കാല് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലവരത് കൊണ്ടുപോയതുപോലെ വെച്ച് ഉണക്കി കളഞ്ഞിട്ടുണ്ട്. അവിടെ ഏറ്റവും നല്ല തൈകളാണ് ഞാൻ നമ്മൾക്ക് അന്തമാനിലേക്ക് ലോഡർന്ന് പോലും മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല അവിടെയുള്ള ഗുണമേന്മയുള്ള തൈകളാണ് കൊണ്ടുവന്നത്. അതൊക്കെ ഇങ്ങനെ പാഴാക്കി കളഞ്ഞാൽ എനിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ശരിക്കും അടുത്ത ഘട്ടത്തിൽ കവറും തൈയോ അല്ലെങ്കിൽ വിത്തോ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇനി ഇതും നശിപ്പിച്ച് കളയണ്ട എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഇത് നമ്മൾ 3 ദിവസം ആളുകളെ വെച്ചിട്ടാണ് ഈ കവർ ഇത്രയും 800 കവർ നിറച്ചത്. ഇനി ഇതെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. സാറ് പറഞ്ഞതുപോലെ നമ്മൾ ചുമ്മാ ഒരു സാധനം കിട്ടുന്നതെന്നുള്ളത് കൊണ്ട് അത് ഉപയോഗശൂന്യമായിട്ട് ചെയ്തവരല്ലാട്ടോ ഞാൻ പറഞ്ഞത്. ചെയ്തവരെൻ്റെ മനസ്സിലുണ്ട് ആരൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ചെയ്യാത്ത ആളുകളുണ്ട്. അത് ചെയ്യാത്ത ആളുകൾക്ക് അറിയാം ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ആനുകൂല്യം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു വിത്തിനും തൈക്കുമായിട്ട് എത്രയോ ആളുകൾ നമ്മുടെ അടുത്ത് ഈ കുരുമുളക് തൈകൾക്ക് തന്നെ ഒരു 10 എണ്ണം എടുക്കാനുണ്ടോ 5 എണ്ണം എടുക്കാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലേക്ക് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കളഞ്ഞതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. സാറ് പറഞ്ഞതുപോലെ ഇനി അടുത്ത ഘട്ടങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ ഒരു പദ്ധതി ചെയ്തിട്ട് ഗവൺമെൻറ് പൈസ വെറുതെ നശിപ്പിച്ച് കളയണം എന്നുള്ളൊരു ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കവറുമായിട്ട് ഞാൻ വന്നത്. ഇതെങ്കിലും നല്ലതായിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുവാണ്.
അപ്പോൾ കൂൺ കൃഷിയും ചെയ്യാൻ അന്ന് ഞാൻ പോയപ്പോൾ പലരോട് ചോദിച്ചപ്പോൾ വലിയ താല്പര്യമില്ല. പിന്നെ എന്തായാലും ഞാൻ ആ വിഭാവനം ചെയ്ത പദ്ധതിയിൽ നിങ്ങളുടെ ആരോഗ്യം കൂടി നന്നാക്കുക എന്നുള്ള രീതിയിൽ കൂൺ കൃഷിയും കൂടി അതിൽ വെച്ചിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് കൂൺ ബെഡ് നിങ്ങൾക്ക് തരുന്നത്. അത് ആരോഗ്യ സുരക്ഷ, പിന്നെ അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിലാണ് കുറച്ച് പച്ചക്കറി തൈകൾ. അടുക്കളത്തോട്ടമാണ് ശരിക്കും എൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. അത് നടക്കില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഗ്രോ ബാഗിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത്. ഇതെങ്കിലും നല്ലതായിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥനയുള്ളത്. അപ്പോൾ ഇനി ഞാൻ ക്ലാസ് ജസ്റ്റ് പറയാം. അതിന് താല്പര്യം എത്ര പേർക്ക് ഉണ്ടെന്ന് അറിയില്ല. ഏതായാലും ഞാൻ എൻ്റെ കടമ എന്നുള്ള രീതിയിൽ കൃഷിയുടെ ക്ലാസ്സും കൂടി കൈകാര്യം ചെയ്ത് ബാക്കി വിതരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.